ഇന്ന് നമ്മൾ നോക്കുന്നത് സൂം 100 ബക്ക് ലിസ്റ്റ് ഓഫ് എന്ന് പറയുന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 1 12ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് എപ്പോൾ ആവുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരെയും പോലെ എനിക്കും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സമ്മർ വെക്കേഷന്റെ ടൈമിൽ ഞങ്ങൾ എല്ലാവരും പബ്ലിക് സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിക്കാറുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാ എന്റെ ജീവിതം അന്ന് അത്ര മനോഹരമായിരുന്നു. മിഡിൽ സ്കൂളിൽ എത്തിയപ്പോ ഞാനൊരു ഇൻട്രോവേർട്ട് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഹൈസ്കൂളിൽ പഠിക്കുന്ന 3 വർഷം ഞാൻ ആരോടും മിണ്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ വിദേശത്ത് ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു. ഞാനൊരു സ്റ്റുഡന്റ് വോളണ്ടിയർ ആയിരുന്നു. പിന്നെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് സെമിനാർ പോലും നടത്തി. എന്നാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഞാനൊരു വിഡ്ഢിയായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞാൻ അക്കീരയെ കാണുന്നത്. അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അക്കീര സംസാരിക്കുന്നതും അവന്റെ കൂട്ടുകാരുടെ കൂടെ ഒരുപാട് സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കാന്തക്ക് കണ്ടിട്ട് അത്ര അങ്ങ് സഹിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അക്കീരയോടുള്ള അസൂയ കാരണമാണ് കാന്ത ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അക്കീര, നീ ആ വീടിന്റെ അകത്തു നിന്നും പുറത്തോട്ട് വന്ന് സോംബീസിന്റെ കയ്യിൽ നിന്നും കടി വാങ്ങ്. എന്നാൽ മാത്രമേ നിന്റെ അച്ഛന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് പറയുവാണ് കാന്ത. ഇത് കേട്ട് അക്കീര ഡോറ് തുറക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതേ സമയമാണ് അക്കീരയുടെ അച്ഛൻ വിളിച്ചു പറയുന്നത്, അക്കീര, നീ ഇപ്പോൾ ഡോറ് തുറന്ന് പുറത്തോട്ട് വന്നാ അപ്പോ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു. നീ എന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വൈകാതെ തന്നെ മരിച്ചു പോവും എന്ന് പറയുവാണ് അക്കീരയുടെ അച്ഛൻ. ഇത് കേട്ട് അക്കീരയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അക്കീരയുടെ അമ്മ ആ കാര്യം പറയുന്നത്. അക്കീര, നിന്റെ അച്ഛന് ഒരു വലിയ അസുഖമുണ്ട്. അതെപ്പോഴാ വന്നതെന്ന് ശരിക്കും എനിക്ക് അറിയില്ല. ആ അസുഖത്തിനുള്ള മരുന്ന് ഇവിടെ ഇല്ല. ഇനി സോംബീസിന്റെ കയ്യിൽ നിന്നും അവർ രക്ഷപ്പെട്ടാലും അധികകാലം ഒന്നും ജീവിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് അക്കീരയ്ക്ക് സഹിക്കുന്നില്ല. അവന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പൊ എന്തു ചെയ്യണമെന്ന് അറിയില്ല. അക്കീര, നീ എന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ മറ്റുള്ളവരെ സഹായിക്കുക. ഞാൻ ഇവിടെ വെച്ച് മരിച്ചാലും സ്വർഗത്തിലിരുന്ന് ഞാൻ നീ ചെയ്യുന്നതെല്ലാം തന്നെ കാണും. അക്കീര, ഞാൻ പറയുന്നതാണ് ശരി. നീ ചെയ്യുന്നതാവണം ശരി. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കരുത് എന്ന് അക്കീരയുടെ അച്ഛൻ പറയുന്നു. ഇത് കേട്ട് അക്കീരയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുവാണ്. അതെല്ലാം ആലോചിച്ച് അക്കീര അവിടെയുള്ള ആ ഡോർ അങ്ങ് തുറക്കുന്നു. ആ 3 സോംബീസും ആ ഡോറിനകത്തോട്ട് പോവുകയാണ്. ആ സോംബീസ് അകത്ത് കയറിയ അടുത്ത നിമിഷം അക്കീര ഒച്ചത്തിൽ അലറുന്നു. സോ കാന്തയുടെ ആഗ്രഹം പോലെ അക്കീര ഒരു സോംബിയായി മാറിയിരിക്കുന്നു. അക്കീര ഇപ്പോ അതിനകത്തുനിന്നും പുറത്തോട്ട് വരുന്നു. അക്കീര ഒരു സോംബി അത് കണ്ട് കാന്തയ്ക്ക് ഒരുപാടധികം സന്തോഷാവുന്നുണ്ട്. അവനവിടെ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കുകയാണ്. നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതുപോലെ ഒന്ന് ചിരിക്കി ഞാൻ കാണട്ടെ എന്നൊക്കെ പറയാണ് കാന്ത. കാന്തയുടെ ബക്കറ്റ് ലിസ്റ്റ് ഇപ്പോ ഫുള്ളായിരിക്കുവാണ്. അക്കീരയെ ഒരു സോംബി ആക്കണമെന്നുള്ള അവന്റെ ആഗ്രഹം ഇപ്പോൾ ഫുൾഫില്ലായിരിക്കുന്നു. പെട്ടെന്നാണ് അക്കീര അവന്റെ കാലിൽ കയറി പിടിച്ച് അവനെ വിളിച്ച് താഴെയിടുന്നത്. എന്താ അവിടെ നടക്കുന്നതെന്ന് കാന്തയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇവനെന്താ ഇപ്പോഴും സോംബിയായി മാറാത്തെ എന്ന് ചിന്തിക്കുകയാണ് കാന്ത. അപ്പോഴാണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആ മൂവി പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിരുന്ന ആ ലേഡി അവനെ ഒരു സോംബിയെ പോലെ മേക്കപ്പ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ സോംബി ആണെന്നേ പറയൂ. അങ്ങനെ ആ ഡോറ് തുറന്ന് അവൻ ഉറക്കെ ഒച്ച വെക്കുന്നു. ഇത് കണ്ട് സോംബീസ് അവന്റെ അടുത്തോട്ട് വരുന്നു. പുറകിലൂടെ വന്ന ആ 3 ലേഡീസ് ആ സോംബീസിന്റെ തലക്കിട്ടങ്ങ് കൊടുക്കുവാണ്. അങ്ങനെയാണ് അക്കീര കാന്തയുടെ അടുത്തോട്ട് വരുന്നത്. കാന്തയെ വലിച്ച് താഴെട്ടതിന് ശേഷം കാന്തയോട് ചോദിക്കുവാണ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്ന് കാന്തയും പറയുന്നു. ഇത് കേട്ട അക്കീര, അങ്ങനെയാണെങ്കിൽ ഇത്രയും ചെയ്തിട്ട് നിനക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് കാന്ത ആ കാര്യം ആലോചിക്കുന്നത്. ശരിയാ, ഇത്രയും ചെയ്തിട്ട് എനിക്കൊരു മാറ്റവും വരുന്നില്ല. ഞാൻ ചെയ്യുന്ന തന്നെയാണോ ശരി എന്ന് ചിന്തിക്കുകയാണ് കാന്ത. പെട്ടെന്ന് അക്കീര അവനെ വിളിക്കുന്നു. അവനത് ശ്രദ്ധിക്കുന്നില്ല. അക്കീര 2 പ്രാവശ്യം വിളിക്കുന്നുണ്ട്, അപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്നാണ് അവന്റെ കാലിലോട്ട് ഒരു സോംബി കടിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ സോംബിയെ ചവിട്ടി അവൻ അവിടെ നിന്നും തെറിപ്പിക്കുന്നു. പക്ഷെ ഓൾറെഡി അവനെ ആ സോംബി കടിച്ചിട്ടുണ്ടായിരുന്നു. വൈകാതെ തന്നെ അവനൊരു സോംബി ആവുന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നു. പുറകിലൂടെ ഒരുപാടധികം സോംബീസ് മുന്നോട്ട് വരുന്നുണ്ട്. അവനാണെങ്കിൽ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കീര, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. പുറകിൽ നിന്ന് ഒരുപാട് സോംബീസ് വരുന്നുണ്ട് എന്നാ ലേഡീസ് പറയുന്നു. ഇതൊന്നും കേൾക്കാതെ അക്കീര കാന്തയുടെ അടുത്തോട്ട് പോകുന്നു. നിന്റെ ഈ ബക്കറ്റ് ലിസ്റ്റ് കൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചേ എന്ന് ചോദിക്കുകയാണ് അക്കീര. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പണ്ടത്തെ പോലെ സ്വിമ്മിംഗ് പൂളില് ജോലിയായിട്ടിരിക്കണം. അപ്പോഴാണ് അക്കീര ആ കാര്യം പറയുന്നത്. അപ്പോഴാണ് അവൻ ആ കാര്യം ആലോചിക്കുന്നത്. അന്ന് കോളേജിൽ വെച്ച് അവരെല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ഇത് കേട്ട് കാന്തയുടെ വയറ്റിൽ നിന്നും ശബ്ദം വരുവാണ്. ഇത് കേൾക്കുന്ന അക്കീര, നീയും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് കാന്തയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഓടിപ്പോകുന്നു. സോ അന്ന് അവൻ ഇവരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഇവന്റെ അവസ്ഥ എല്ലാം തന്നെ മാറിയനെ. അക്കീരയും ഇവനെല്ലാം നല്ല ഫ്രണ്ട്സ് ആയിട്ടിരുന്നേനെ. അങ്ങനെ അക്കീര അവന്റെ അടുത്തോട്ട് പോയി അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്തായാലും ഒരു ദിവസം ഞാനും സോംബി ആയിട്ട് മാറും.
അന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ പൂളിൽ പോയി കുളിക്കാം. ഇതുപോലെ അന്ന് തന്നെ നമ്മൾ സംസാരിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞേനെ. പക്ഷേ സമയം ഇപ്പൊ ഒരുപാടധികം വൈകിപ്പോയി. കാന്ത സോംബിയായി മാറുന്നത് കാന്തയ്ക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. താനൊരു സോംബിയാവാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ അവൻ പെട്ടെന്ന് തന്നെ അക്കീരയെ അവിടെ നിന്ന് തള്ളി മാറ്റി അവിടെ നിന്ന് ഓടുവാണ്. അവന്റെ പുറകെ തന്നെ ആ സോംബീസ് ഓടുന്നുണ്ട്. പണ്ട് സ്കൂളിൽ നിന്നും ആ പൂളിലോട്ട് അവനും അവന്റെ ഫ്രണ്ട്സും ഓടിക്കൊണ്ടിരിക്കുന്നത് അവന് ഓർമ്മ വരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ റിവറിൽ ചെന്ന് അവൻ അവന്റെ പഴയ കാലം ഓർക്കുന്നു. അതൊരു പൂളാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവന്റെ ഫ്രണ്ട്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അക്കീരയെ അവൻ അതിൽ കാണുവാണ്. ഞാനിപ്പോ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ആ പൂളിലോട്ട് ചാടുന്നു. അങ്ങനെ അക്കീരയും മറ്റുള്ളവരെല്ലാവരും അവിടെ നിന്നും ഓടി ആ കറണ്ട് വേലിയുടെ അടുത്തോട്ട് വരുന്നു. എങ്ങനെ അത് പൊട്ടിച്ച് പുറത്തോട്ട് പോകുമെന്ന് ചിന്തിക്കുവാണ് അവർ. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പാട്രിക്സ് ആ ചക്രം ഉരുട്ടിക്കൊണ്ട് വരുന്നു. അതുപയോഗിച്ച് ആ വേലി അങ്ങ് തകർക്കുവാണ്. അങ്ങനെ അവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. അവിടെയുള്ള ആ ബ്രിഡ്ജ് യൂസ് ചെയ്ത് അവർക്ക് രക്ഷപ്പെടാമെന്ന് അവർ ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് അവർ ആ കാഴ്ച കാണുന്നത്. അവിടെ അങ്ങനെ ഒരു ബ്രിഡ്ജില്ല. ഇപ്പൊ അവരിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിക്കുന്നു. പുറകെ തന്നെ സോംബീസും വരുന്നുണ്ട്. പെട്ടെന്നാണ് അക്കിര എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടൊരു ബ്രിഡ്ജ് പറന്നു വരുന്നത്. എന്താ ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അത് നമ്മുടെ അപ്പൂപ്പനായിരുന്നു. ഇവരന്ന് ആ വീടുണ്ടാക്കാൻ സഹായിച്ചില്ലേ? അതെ അപ്പൂപ്പൻ. പുള്ളിക്കാരൻ ഇപ്പൊ ഇവരെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അക്കീരയും കെഞ്ചോയും ആ പാലം വലിച്ചു പിടിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ആ പാലത്തിലൂടെ അപ്പുറത്തോട്ട് പോകുന്നു. സോംബീസ് ഇപ്പൊ അവരുടെ അടുത്തെത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ആ പാലവും കൊണ്ട് അവർ താഴോട്ട് ചാടുന്നത്. സോ അക്കീരയും കെഞ്ചോയും ഇപ്പോ താഴോട്ട് വീഴുവാണ്. താഴെ വീണ അവരെ നോക്കുവാണ് സുസൂക്കയും പാട്രിക്സും. നോക്കുന്ന സമയത്ത് അവരവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് കണ്ട് അവർക്ക് രണ്ടുപേർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അക്കീരയും കെഞ്ചോയും മുകളിലോട്ട് കയറി വരുന്നു. അവരങ്ങനെ കയറി വരുന്ന സമയത്താണ് കാന്തയെ പറ്റി അവർ സംസാരിക്കുന്നത്. കാന്തയ്ക്ക് ഫ്രണ്ട്സ് ആവശ്യമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് അവനിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവന് പ്രാന്ത എന്ന് പറയാണ് കെഞ്ചോ. ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനും അവനെ പോലെ തന്നെയായിരുന്നു. അവിടെ അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഞാനിപ്പോൾ അവനെ പോലെ ഒരു ഡാർക്ക് ബക്ക് ലിസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫാമിലിയെ പറ്റിയൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഇപ്പോ ഇവിടെ വരെ എത്തി. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും മുകളിലോട്ട് കയറുന്നു. അക്കിരയെ അവന്റെ അച്ഛനാണ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത്. അക്കിര, ഞാൻ പറഞ്ഞതുപോലെ നീ എത്ര പേരെ രക്ഷിച്ചെന്ന് നോക്കിയേ. നിന്നെ ആലോചിച്ച് എനിക്ക് അഭിമാനം തോന്നടാ എന്ന് പറയുവാണ് അക്കിരയോട്. ഇത് കേട്ട് അക്കിരയ്ക്ക് ഒരുപാടധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവന്റെ ഫാമിലിയെ സഹായിക്കണമെന്നുള്ള അവന്റെ ആ ആഗ്രഹവും വെട്ടിക്കളയുന്നു. കുറച്ചു ദിവസത്തിന് ശേഷം ആ വില്ലേജിലുണ്ടായിരുന്ന എല്ലാ സോംബീസിനെയും ആ പഴയ ടണലിന്റെ അകത്ത് തന്നെ അടച്ചിടുവാണ് അവർ. തിരിച്ച് ആ വില്ലേജിലോട്ട് വന്ന് അവർ എല്ലാം തന്നെ റിന്യൂവൽ ചെയ്യാൻ ആരംഭിക്കുന്നു. നമ്മുടെ കാർപ്പന്റർ അപ്പൂപ്പനും അവരെ ഒരുപാടധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെ സുസൂക്കയോട് ആ ആന്റി പറയുവാണ്, നീ ചെയ്ത കാര്യങ്ങൾക്ക് ഒരുപാടധികം നന്ദിയുണ്ട്. നീ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് കെഞ്ചോയും ഹാൻജുവും കൂടി ചേർന്ന് അവിടെ ഒരു ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരിക്കുവാണ്. അത്രയധികം കഷ്ടപ്പെടുന്ന ഹാൻജുവിനെ കണ്ടിട്ട് കെഞ്ചോ ചോദിക്കുവാണ്, നിനക്ക് എവിടുന്ന ഇത്രയധികം ശക്തി വന്നേ? ഇതിനെല്ലാം കാരണം നിങ്ങളാണ് കെഞ്ചോ. നഷ്ടപ്പെട്ടതെല്ലാം ആലോചിച്ച് ഞാൻ വിഷമിക്കേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾ എന്നെ ഒരുപാടധികം സന്തോഷിപ്പിച്ചു. ഇത് കേട്ട് കെഞ്ചോക്ക് ഒരുപാടധികം സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അക്കിരയാണ് കാണിക്കുന്നത്. അവന്റെ അച്ഛന് ഒരുപാട് രോഗം കൂടി വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അവന്റെ അമ്മ ആ കാര്യം പറയുന്നത്. നീ ടോക്കിയോയിലോട്ട് പോയ സമയത്ത് എല്ലാ ദിവസവും നിന്നെ പറ്റി നിന്റെ അച്ഛൻ ചോദിക്കാറുണ്ട്. അക്കീര, അവനിപ്പോ ഹാപ്പി ആയിരിക്കോ? അവൻ എന്ത് ചെയ്യായിരിക്കും എന്നൊക്കെ മുടങ്ങാതെ അവർ ചോദിക്കാറുണ്ട് എന്ന് അവന്റെ അമ്മ പറയുന്നു. ഇത് കേട്ട് അക്കീരയ്ക്ക് ഒരുപാടധികം സന്തോഷമാവുന്നുണ്ട്. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് അച്ഛന് എന്നെ ഇഷ്ടമല്ല, എന്നെ പറ്റി ചിന്തിക്കാറില്ല, എനിക്ക് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്യാറില്ലെന്നല്ലേ. അച്ഛാ, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ഫാമിലിയെയും ഈ വില്ലേജിലുള്ള ആളുകളെയൊക്കെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്നൊക്കെ അക്കീര ഒരുപാടധികം സങ്കടത്തോടെ പറയുവാണ്. ഇത് കേട്ട് അക്കീരയുടെ അമ്മ പറയാണ്, നീ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം അച്ഛന് അത്രയും വലിയ അസുഖമൊന്നുമില്ല, അച്ഛന് പൈൽസ് ആണ്. ഇത് കേട്ട് അക്കീര ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്നു. മരിച്ചു പോകാൻ മാത്രമുള്ള വലിയ അസുഖമൊന്നുമല്ലാതെ എന്ന് അക്കീരയ്ക്ക് മനസ്സിലാവുകയാണ്. സോ അക്കീരയ്ക്ക് സമാധാനമാവുകയാണ്. നീ നിന്റെ ലൈഫ് ഒരിക്കലും വെറുതെ കളയരുത്, നീ നിന്റെ ഡ്രീമിനെ ഫോളോ ചെയ്യണം എന്ന് അക്കീരയുടെ അച്ഛൻ പറഞ്ഞത് അപ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത്. അമ്മ, ഞാൻ ഈ വില്ലേജ് വിട്ട് പുറത്തു പോകാൻ പോവാ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ഒരുപാട് ഡ്രീംസ് അതെല്ലാം തന്നെ അച്ചീവ് ചെയ്യാനുണ്ട്. അച്ഛന് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. സോ എൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ അമ്മയ്ക്ക്? ഈ ലോകം മൊത്തം ചുറ്റി ഈ സോംബീസിനെ ഇല്ലാതാക്കാൻ ഒരു മരുന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ സോംബീസിനെല്ലാം ഇല്ലാതാക്കണം. അങ്ങനെ എൻ്റെ അച്ഛനിക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുവാണ് അക്കീര. ഇത് നമ്മുടെ അക്കീരയുടെ അച്ഛനും ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അക്കീര അവന്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ പുതുതായി ചേർക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇതിൽ എഴുതിക്കോ എന്ന് പറഞ്ഞ അക്കീരയുടെ ഫ്രണ്ട്സിനോട് അവൻ പറയുന്നു, കെഞ്ചോ,
എല്ലാവരെയും ഒരുപാടധികം സന്തോഷിപ്പിക്കണം എന്ന് എഴുതുവാണ് അതിൽ. ഒരു യഥാർത്ഥ ഡോക്ടറായിട്ട് എനിക്ക് മാറണം എന്ന് സുസുക്കയോ അതിലെഴുതുന്നു. അങ്ങനെ പാട്രിക്സും അവളുടെ ആഗ്രഹം അതിനകത്ത് എഴുതുന്നു. അങ്ങനെ അവരെല്ലാവരും ഒരുപാടധികം ചിന്തിച്ച് അവർക്കിനി ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനകത്ത് എഴുതുന്നു. അങ്ങനെ അവരെല്ലാവരും ആ വില്ലേജിൽ നിന്നും പുറത്തു പോകാൻ വേണ്ടി റെഡിയാവുന്നു. അവിടെയുള്ള വയസ്സായ ആളുകളൊക്കെ സുസുക്കയോട് ടാറ്റ ബൈ ബൈ പറയുന്നു. ഹാൻജു കെഞ്ചോയോട് പറയുവാണ്, തീർച്ചയായിട്ടും നീ തിരിച്ചു വരണം, തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരുമെന്ന് കെഞ്ചോയും പറയുന്നു. ഈ വില്ലേജിനെ പറ്റിയും ഞങ്ങളെ പറ്റി ആലോചിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ നിന്റെ ഡ്രീം ഫോളോ ചെയ്യ്, ഞങ്ങളൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞ് അക്കീരയുടെ അച്ഛനും അവനെ അവിടെ നിന്നും യാത്രയാക്കുന്നു. സോംബീസിനെ ഇല്ലാതാക്കാനുള്ള വാക്സിൻ കണ്ടുപിടിക്കണമെങ്കിൽ അവർക്കൊരു ബേസ് ആവശ്യമാണ്. സോ അവർ മിലിറ്ററി ബേസിലോട്ട് പോവാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അവർ യാത്ര തുടങ്ങുവാണ്. നോർത്ത് സൈഡിലോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ കാഴ്ച കാണിച്ചു തരുന്നത്. ഇവരെ പോലെ പല ഭാഗത്തും ഒരുപാട് പേർ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കെഞ്ചോ, അക്കീര, സുസുക്ക, പാട്രിക്സ് ഇവരെല്ലാം തന്നെ വളരെയധികം ജോലിയായിട്ട് അവരുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഹോക്കൈഡോക്കിലോട്ട് വരുന്നു. ജപ്പാനിലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണത്. സോ അവരെങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ സൂമോന്റെ ബക്കറ്റ് ലിസ്റ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഈ ജാപ്പനീസ് അനിമി TV സീരീസിന്റെ ഫസ്റ്റ് സീസൺ അവസാനിച്ചിരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സീരീസ് ആയിട്ട് അടുത്ത സമയം അതുവരേക്കും ബൈ.